ഹലോ. അതെ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ ചിലപ്പോഴേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേ പലരും പറയും, അയ്യോ ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ ആ ഭക്ഷണം നിങ്ങൾക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്ന കാരണമായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ആ അസുഖമുള്ളവർ ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പൊ നമ്മൾ ശരിയാ, നമ്മളിപ്പോ ഈ ഭക്ഷണം കഴിച്ച കാരണമായിരിക്കും നമുക്ക് ഈ അസുഖം വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഭക്ഷണം വേണ്ട എന്ന് വെക്കണം. അങ്ങനെ മെയിനായിട്ട് എല്ലാവരും വേണ്ട എന്ന് പറയുന്ന ഒരു ഫുഡ് ഉണ്ട്. അതെന്നറിയാം, ഈ മൈദ കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ. ഒരുവിധം എല്ലാ സാധനങ്ങളും ബേക്കറി ഐറ്റംസ് ഒട്ടുമിക്കതും മൈദ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ വിചാരിക്കും, ഓ മൈദ ഞാൻ കഴിക്കില്ല, കേക്ക് അങ്ങനെയാണ്, ബ്രെഡ് അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ ചില ഫുഡുകൾ ബേക്കറിയിൽ ഒട്ടുമിക്ക സാധനങ്ങളും മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ കഴിക്കണേന്റെ അളവ് കൂടുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുക. നമ്മൾ നോർമലായി കഴിക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ കഴിച്ചാലും മരിക്കും, കഴിച്ചില്ലെങ്കിലും മരിക്കും. അപ്പൊ പിന്നെ കഴിച്ചിട്ട് മരിക്കുന്നതല്ലേ കുറച്ച് നല്ലത്. അപ്പോഴേ അങ്ങനെ പറയുന്നതൊക്കെ എടുത്ത് ഞാൻ ഒരു സാധനം കാണിച്ചു തരാട്ടാ, ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതേപോലെ കുറച്ച് പൊറോട്ട എടുത്ത് ഇങ്ങനെ ഒരു തെരി ബീഫ് കറിയിൽ ഇങ്ങനെ മുക്കി ഒരു 2 സബോള കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ തിന്ന് കാണിച്ചു കൊടുക്കാം. അതെന്താ വെച്ചാൽ ഈ പൊറോട്ടയും ബീഫും ഉണ്ടല്ലോ, ഒരു രക്ഷാത്ത കോമ്പിനേഷനാണ്. നമ്മൾ എത്ര പ്രാവശ്യം വേണ്ട പൊറോട്ട കഴിക്കേണ്ട മൈദ ഉപേക്ഷിച്ചാലും ഇതുപോലെ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടാവുമ്പോഴേ നമുക്കൊരു രക്ഷയില്ല. നമ്മൾ ഇതുപോലെ പൊറോട്ടയും ബീഫ് കഷ്ണവും ഒരു കുഞ്ഞ കൊള്ളി കഷ്ണവും ഒരു തെരി സബോളയും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കണം. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.